വെരി ഗുഡ്, എക്സലന്റ്. അയ്യേ, നാണക്കേട് പാകിസ്ഥാന്, നാണക്കേട്. ഇതുപോലൊരു നാണക്കേടില്ലടാ. 119 റൺസ് അടിക്കാനും കൂടി പറ്റില്ലടാ. കഷ്ടം, പോയി തൂങ്ങിച്ചാവിടാ. പാക് പ്രേമികളെ വരൂ വരൂ, ആഹ്ലാദിക്കൂ, വരൂ വരൂ, വന്ന് തെറി പറയൂ. പാകിസ്ഥാനെ തൂറിച്ച് വിട്ട് എന്റെ കർത്താവിടെ 119 റൺസ്. അമേരിക്കയിലൂടെ തോറ്റ്. ഇന്നലെ തുടങ്ങിയ ക്രിക്കറ്റ്, ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇന്നലെ വന്നേടാ. അവന്മാരെടുത്ത് നീ 8 നിലയെ തോറ്റു. ഇനിയും തോക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കർത്താവേ, ഇതാരോട് പറഞ്ഞ് ഞാനൊന്ന് ചിരിക്കും. എത്ര ചിരിച്ചിട്ട് സത്യം പറഞ്ഞ എനിക്ക് മതിയാകുന്നില്ല. പാകിസ്ഥാൻ ലോകോത്തര ബൗളർമാരാണ്. നസീം ഷാ, പിന്നെ ആരാണ് ഈ പറയുന്ന ഷാഹീൻ അഫ്രീദി. കുഴപ്പമില്ല, ബൗളർമാർക്കൊക്കെ എറിഞ്ഞു, ഇല്ലെന്ന് പറയില്ല. പക്ഷെ ബാറ്റ്സ്മാൻമാരെന്തുണ്ട്? എടാ, ഇതാണ് പറയുന്നതാണ് ടീം. മനസ്സിലാവും. 119 ചങ്കൂറ്റത്തോടെ നിന്ന് എറിഞ്ഞ് തള്ളിയിട്ട കണ്ട എത്ര അടിച്ച അണ്ണന്മാര് കേട്ടെ. 113 റൺസ് അടിച്ചു. വെരി ഗുഡ്. 7 വിക്കറ്റില് 113 റൺസ് അടിച്ചല്ല. ഇതാണ് കളി. മനസ്സിലായോ? നിന്റെയൊക്കെ വേലത്ത് വന്ന് ഇന്ത്യയുടെ അടുത്ത് ഇറക്കൂല. നിന്റെയൊക്കെ കോപ്പ് അങ്ങ് വീട്ടിലങ്ങ് മറ്റേ തീവ്രവാദികളുടെ അതേ നിന്നെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഇന്ത്യയുടെ അടുത്ത് കളിച്ച് ജയിക്കുന്ന അണ്ണന്മാർ ഒരു കാലത്തും വിചാരിക്കേണ്ട, നടക്കില്ല. മോശം തന്നെ. മോശം എന്ന് പറഞ്ഞാൽ മോശം. അത്രയ്ക്ക് മോശമായിട്ട് ഈ 119 റൺസും കൂടെ ഇന്ത്യയുടെ ബുംറ വരുമ്പോ ഇങ്ങനെ പെടുക്കുക. ഇങ്ങനെ നീ മുള്ളും നിന്ന്. മനസ്സിലായ? എറിഞ്ഞേണ്ട അണ്ണ എറിഞ്ഞിട്ടത് കണ്ട തൊടാൻ പറ്റിയടാ. എത്ര ബുംറ വെറും 14 റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് തള്ളിയിട്ടോ. ഹാർദിക് പാണ്ഡ്യ നീ കണ്ണെടുത്താ കണ്ടുണ്ടെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള 2 വിക്കറ്റ് തള്ളിയിട്ട്. വെരി ഗുഡ്. ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് എടുക്കുമ്പോൾ എനിക്ക് കണ്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻകാരന്മാർ അവന്മാരെ ഓട്ടിച്ചിട്ട് തോപ്പിട്ട്. ഇവന്മാരെ പോലുള്ള ഒരു അഹങ്കാരികൾ ഈ ലോകത്തില്ല, ഈ ഭൂലോകത്തില്ല. അത്ര അഹങ്കാരം. ഇതിന്റെയൊക്കെ അഹങ്കാരങ്ങൾ കൊണ്ടാണ് തോക്കുന്നത്. മനസ്സിലായോ? 119 റൺസ് അടിച്ചപ്പോൾ നിങ്ങൾ 120 ചീളി കേസെന്ന് വെച്ച് വിചാരിച്ചില്ലേ? നീയൊക്കെ അടിക്കണമെങ്കിൽ ആ പറയുന്ന ബാബർ ആസമും റിസ്വാനും നിന്ന് അടിച്ച് ഇല്ലെങ്കിൽ പങ്കം ഇമാതിരി ഒരു തോൽവി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കുറെ നാളുകൾക്ക് ശേഷം ഇതുപോലെ പാകിസ്ഥാനെ ഇങ്ങനെ തോപ്പിച്ചിട്ട് ഇങ്ങനെ കൊട്ടൊക്കെ അടിച്ച് ചെണ്ടയൊക്കെ അടിച്ച് വന്നെന്ന് ആഗ്രഹിച്ചിട്ട് കുറെ നാളുകളായി. ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ ഇടയിലായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഈ IPL ഒക്കെ വരുമായിരുന്നു. ബിഗ് ബോസിന്റെ സത്യം പറഞ്ഞില്ല ഇന്ന് ഈ പറയുന്ന പിന്നീട് വീക്കെൻഡ് എപ്പിസോഡ് പോലും ഞാൻ കണ്ടില്ല, ഞാൻ റിവ്യൂ ഇട്ടില്ല. എനിക്ക് ഇന്ന് ഇത് കണ്ടാൽ മതി. ഇവന്മാർ തോക്ക് വന്ന് എനിക്കറിയാം. ഇവന്മാരെ തോറ്റതിന് ശേഷം എന്റെ തിരിച്ചു ഇത്തിരി കൂടി ഉഷാറാക്കാൻ വേണ്ടി ഒരു ചെണ്ടമേളൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു വേള ഞാൻ കരുതി, കർത്താവേ 40 അമ്മ എത്ര അങ്ങനെ എന്തോ ആയിരുന്നില്ല, 40 1 വിക്കറ്റ് എന്തോ ആയിരുന്നു. ആ സമയത്ത് ഞാൻ നിർത്തിയത് കുറച്ച് അപ്പുറത്തോട്ട് പോയി കുറച്ച് റിവ്യൂ ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അവിടെ എനിക്ക് പിന്നെ നോക്കിയപ്പോഴ് ഒരു 66 ആയപ്പോ തന്നെ എനിക്ക് തോന്നി ചിലപ്പോ തോറ്റു പോകും. പിന്നെ അല്ലേ ഇതാ കിടക്കണ്ട പട്ട ജസ്റ്റിസ് ബുംറ അണ്ണനെ കൊണ്ടുവന്ന് ഫസ്റ്റ് ബോള് റിസ്വാൻ ബൗൾഡ് തീർന്ന്. അതോടുകൂടി എന്നാ എറിയടാ എറിഞ്ഞത്. അമ്മയുടെ ബുംറയുടെ എറി അവനെ കണ്ട പെടുക്കും. ഈ പാകിസ്ഥാൻകാരൻ അവനെ പെടുത്തിരിക്കും. മനസ്സിലായോ? ആ ലെവലിലാണ് എറിയ. അവസാനമൊക്കെ കൊണ്ട് പിടിപ്പിച്ചു കൊടുത്ത കണ്ട് എറിഞ്ഞ് ലാസ്റ്റ് കൊണ്ട് കൊടുത്തില്ല 18 റൺസ് എന്നാ ആരൊക്കെ കൊണ്ടുകൊടുത്തു? ഹർഷദീപ് സിംഗ്. നീ 18 റൺസ് കൊണ്ട് നിനക്ക് പിടിച്ചോന്ന് പറഞ്ഞോണ്ട് ഇട്ടുകൊടുത്ത അവിടെയാണ് ബൗളർ. പക്ഷെ ഇന്ന് വളരെ കൃത്യമായിട്ട് രോഹിത് ശർമ്മ ബൗളേഴ്സിനെ യൂസ് ചെയ്തു. പക്ഷെ ഓപ്പണിംഗ് ബൗളിംഗ് ആദ്യം എനിക്ക് ബുംറയ്ക്ക് കൊടുക്കും. എന്നും എപ്പോഴായാലും ഓപ്പണിംഗ് ബുംറയ്ക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അതിന് മാത്രം ഒരു പാളിച്ച പറ്റിയതായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ നമ്മുടെ ബാറ്റിംഗ്, എന്നാലും എന്റെ പാകിസ്ഥാൻകാരന്മാര്, എന്റെ പാക്കുകളെ, നിങ്ങൾ തോറ്റോ? 119 ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലതേ. ഈ പറയുന്ന നമ്മുടെ ആരടുത്ത് അമേരിക്കയുടെ അടുത്ത് പറ്റിയില്ല, 8 നിലയിൽ പൊട്ടിയതല്ലേ. അപ്പൊ നീയൊക്കെ ടൂർണമെന്റ് വെളിയിലായടേ. അല്ലേ ചോദിക്കാണ്ട് ടൂർണമെന്റ് വെളിയിലായ മുഖ്യറാവും. ഇനി 2 ടീം എന്തല്ലേ ഉള്ളു കളിക്കാൻ വേണ്ടിട്ട്. അത് 2 കുഞ്ഞൻ ടീമാണ്. അവന്മാര് മുഖ്യറും തന്നെയൊക്കെ തോപ്പിക്കും. ഇവർക്ക് അവസാനം ചെയ്യുന്ന എന്താ പറയുക, ഒന്ന് അവസാനം കിടക്കുന്ന ഏതെങ്കിലും കുഞ്ഞിനെയൊക്കെ ഓട്ടിച്ചിട്ട് തോപ്പിച്ചിട്ട് കയറി വരക്കണേ ഇവരെ പൊതുവെ ചെയ്തു. കർത്താവേ, ഈ വേൾഡ് കപ്പിൽ T20 വേൾഡ് കപ്പിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവര് പുറത്താവോ?
ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയും നമ്മുടെ ആരാണ് നമ്മുടെ പിന്നെ USA കൂടി കയറി വരുമോ, ഫൈനലിൽ വരുമോ, പാകിസ്ഥാൻകാരെ വരെ നാണക്കേടാ, ഇതിനേക്കാളും നീയൊക്കെ പോയി ചാവടാ. അപ്പോ നമ്മുടെ ഇന്നത്തെ തുടക്കം പറയുകയാണെങ്കിൽ വളരെ മോശപ്പെട്ട തുടക്കമായിരുന്നു. കിങ് കോഹ്ലി, ഞാൻ എന്റെ കരുതി കിങ്, അത് നമുക്കറിയാലോ പാകിസ്ഥാനെതിരെ എന്ന് എവിടെ ആയാലും പ്രാന്തളി. ഇപ്പൊ ഈ കോഹ്ലിയെ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് വിറക്കി. എങ്ങനെയെങ്കിലും ഇവിടെ പ്രാഗിയും ഓതിയും അല്ല, എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ കോഹ്ലിയെ ഔട്ടാക്കണം എന്നുള്ളൊരു പിന്നീട് നിശ്ചയിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹത്തോടെ ഒരു അതിയായ ഒരു ആഗ്രഹത്തോടെയാണ് അവർ വരുന്നത്. അതിന്റെ അവരുടെ ആഗ്രഹം സാധിച്ചു. കോഹ്ലി 13 ബോൾ ഫേസ് ചെയ്തുകൊണ്ട് 3 ബോൾ ഫേസ് ചെയ്ത് 4 റൺസ് അടിച്ചുള്ളൂ. അപ്പൊ തന്നെ അവരുടെ ആഹ്ലാദം, ചാട്ടവും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. ശരി, ഓക്കെ. രോഹിത് ശർമ്മയും പെട്ടെന്ന് പോയി, മനസ്സിലായോ, 13 റൺസ് അടിച്ചു. നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ ഞാൻ 6 എന്നാ കരുതിയത്. ഞാൻ 6 എന്ന് വിളിച്ച് പറയായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ അത് ക്യാച്ച് ആയിപ്പോയി. 12 ബോളിൽ 13 റൺസ് അടിച്ചു. പിന്നെ വന്നതാണ് പന്ത്, മനസ്സിലായോ. കോഹ്ലി ഔട്ടായ പന്ത് വന്ന്, പന്തിന് ഒരു ലോഡ് ചാൻസ് കിട്ടിയിട്ടുണ്ട്, ഒരു ലോഡ് എന്താണ് പിന്നെ ലൈഫ് കിട്ടിയിട്ടുണ്ട്. എങ്കിലും പന്ത് അതിനെ എന്ത് ചെയ്തു, ഉപയോഗപ്പെടുത്തി 42 റൺസ് അടിച്ചു. പിന്നീട് അവൻ 1-2 4 അടിച്ചുകൊണ്ട് 42 റൺസ് അടിച്ചിട്ടുണ്ട്. അതിന്റെ പിൻബലത്തോടു കൂടിയാണ് ഇന്ത്യ 119 എന്ന് പറയുന്ന റൺസിലേക്ക് എത്തിയത്. ഇവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് എത്ര 88 ഇവിടെ എഴുതി വെച്ചിരുന്നു. 89-ന് 4 വിക്കറ്റായിരുന്നു ഇന്ത്യ. 89-ന് 4, അതായത് 11.2 ഓവറിൽ 89-ന് 4 വിക്കറ്റായിരുന്ന ഇന്ത്യ 119-ന് ആൾ ഔട്ടായി. എത്രയില് 18.6 ഓവറിൽ ആൾ ഔട്ടാവുകയാണ്. അതായത് ഏതാണ്ട് 30 റൺസ് എടുക്കുന്നതിന്റെ ഇടയിൽ 6 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു ഇന്ത്യക്ക്. അവിടെ വെച്ച് തന്നെ നമ്മൾ തോൽവി മണത്തതാണ്. പക്ഷേ നമ്മുടെ ബൗളേഴ്സ് കിടിലമായിട്ട് എറിഞ്ഞു. ഇന്ന് ബുംറയുടെ ഫസ്റ്റ് ഓവറിൽ തന്നെ ഒരു വിക്കറ്റ് കിട്ടാനുള്ള റിസ്വാന്റെ വിക്കറ്റ് നമ്മുടെ ശിവൻ ഡൂബെ വളരെ ഡക്കായി പോവുകയും ചെയ്തു. ക്യാച്ച് തിരുവാതിര കളിക്കണം, കാരണം കാലൊക്കെ ഫ്രണ്ടി വെച്ച് മുട്ടൊക്കെ മടക്കി വെച്ച് എന്താണ് നീ ചെയ്തത്? സത്യം പറഞ്ഞ അമ്മേനെ അവനാണ് നിന്ന് പിന്നെ അടിച്ചത്. അവനും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതും കുത്തില്ല, 100 കടക്കില്ലായിരുന്നു. അവനും കൂടി ആ സമയത്ത് പോയിരുന്നെങ്കിൽ 100 കടക്കില്ലായിരുന്നു. എന്തൊക്കെ ആയാലും അത് ക്രിക്കറ്റ് ആണ്, ചിലപ്പോൾ ക്യാച്ചുകളൊക്കെ പലരൊക്കെ വിട്ടുപോകും. എന്തോ ആയിക്കോട്ടെ, ഇന്ത്യ ജയിച്ചല്ലോ, എനിക്ക് എത്രയും മതി. ഇന്ത്യ ജയിച്ച ബുംറ എറിഞ്ഞ് തൂറിച്ച, ഇനി ബുംറ എന്ന് പറയുന്നത് 4-5 ദിവസം ഇവർ ഞെട്ടി ഉണരും. അയ്യോദാ ബുംറ പറഞ്ഞേ, അയ്യോദാ ബുംറ പറഞ്ഞ ഏതിന്റെ ഇടയിൽ പോയി എറിയുന്ന. എന്നാലും ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് നിനക്കൊക്കെ ജയിക്കാൻ പാടില്ലായിരുന്നേ. പറ്റൂലല്ലോ, ഇതിലൊക്കെ ഉണ്ട്, പറ്റൂല. ഇന്ത്യ എന്ന പേര്, ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിനക്ക് വിറക്കി തുടങ്ങും. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും. പിന്നെ ഈ സ്റ്റേഡിയത്തിലെ ആൾക്കാർ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കേച്ചുകൾ, എത്ര കേച്ചുകൾ നിങ്ങൾക്ക് വിട്ടത്? ഈ കേച്ചുകൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വിടും. അതിൽ ടെമ്പറമെന്റോട് കളിക്കുന്ന 1-2 ബാറ്റ്സ്മാൻ, 1 ബാബർ ആസ്മി, 2 റിസ്വ, ഈ 2 പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീർന്ന്. കഷ്ടം തന്നെ അണ്ണാ, കഷ്ടം, അന്യായം. നിങ്ങൾ തൊപ്പിയിട്ട് എനിക്കിത് കണ്ടാ മതി, എനിക്കിത് കേട്ടാ മതി, നീയൊക്കെ തൊപ്പിയിട്ട് ഇങ്ങനെ പോണം എനിക്ക് കാണണം. അതാണ് എന്റെ ഒരു ആഗ്രഹം. വെൽ ബോയ്സ്. അങ്ങനെ കുട്ടികൾ, നമ്മുടെ ചുണ കുട്ടികൾ 2 കളിയും ജയിച്ചുകൊണ്ട് ടേബിളിന്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ മാൻ ഓഫ് ദി മാച്ച്. അവന് കൊടുത്തില്ലെങ്കിലേ ഉള്ളടാ അത്ഭുതം. എന്നാ എറിയാടാ എറിയണത്, എന്നാ എറിയണത്. ബാറ്റ് പോലും വെക്കാൻ ആൾക്കാർക്ക് പേടിയാണ്. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് വീണ്ടും കാണണം. ജയ് ഹിന്ദ്.